സുഹൃത്തുക്കളെ, അങ്ങനെ ഡൽഹിയിലുള്ള 5ാമത്തെ ദിവസം ഞാനിപ്പോൾ ഉള്ളത് ഓസ്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ ഡൽഹിയിലുള്ള ഒരു നല്ലൊരു വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് ഇതെന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ എത്തി, ഓസ്കാസ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നേഫർ ഗാർഡൻ, ഓസ്കാസ് മാർക്കറ്റ്, ഷാപ്പൂർ ചാട്ടിങ് എന്നുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സിറ്റാണ് ഇതാ ഈ ഒരു വഴി. അപ്പോൾ ഇതിലോട്ട് പോയിട്ട് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഓസ്കാസ് മാർക്കറ്റും അതുപോലെ തന്നെ ഓസ്കാസിലുള്ള ആ വില്ലേജ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല, അത് വഴിയെ കാണാം. അങ്ങനെ ഞാനെന്താ ഇപ്പോൾ എത്തിയാട്ടോ ഓസ്കാസിൻ്റെ ആ ഒരു മെയിനിലേക്ക്. നമുക്ക് 2 ഫ്രണ്ട്സിനെ കേട്ടിട്ടുണ്ട്. ഞാൻ സന്ദീപ് आपका പ്രിയാങ്ഷു. ഓക്കെ, 2 പേര് കേട്ടി. ഞാൻ ഇവരെ കൂടിയായിട്ട് ഓട്ടോ ഷെയർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരാൾക്ക് 80 റുപ്യ പറഞ്ഞാൽ, പിന്നെ ഇവർ കൂടെ വന്ന് നമ്മൾ 50 റുപ്യ കൊടുത്തിട്ട് സംഭവം നടന്നു. കേട്ടോ, സംഭവം നൈസാണ്. ചെറിയ ഫോറസ്റ്റ് ടൈപ്പ്. പക്ഷേ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, മോശമില്ല. ആക്ച്വലി നമ്മൾ നടന്നത് റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ഡിയർ പാർക്ക് ഇവിടെയുണ്ട്. ഡിയർ പാർക്കിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇവിടെയുള്ള ഫോർട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നിങ്ങൾക്ക് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇതാണ് ഓസ്കാസ് മാർക്കറ്റ് എന്ന് തോന്നുന്നു. ഇവിടെ കുറേ ബാസ്, പബ്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫോറിൻ ടച്ചിലുള്ള ഈ സംഭവമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഡൗൺ ടൗൺ വില്ലേജ്, ബാറ്, ഇഷ്ടംപോലെ ബാറും കാര്യങ്ങളെല്ലാം തന്നെ. രാത്രി നൈറ്റ് ലൈഫ് ആയിരിക്കും മിക്കവാറും ഇവിടുത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. അങ്ങനെ മാർക്കറ്റിലോട്ട് നമ്മൾ നടന്നിട്ട് ഓസ്കാസിലുള്ള ഫോർട്ടിലേക്ക് എത്തിയത്. ഇതാണ് ഫോർട്ടിൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത്. ഇവിടെ ഫോർട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസിന് 20 റുപ്യ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഓസ്കാസിൻ്റെ. സോ അവർ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് തരും. നമ്മൾ 3-ാം ടിക്കറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. അതൊക്കെ സൈറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഓസ്കാസ് കോംപ്ലക്സിന് സൈറ്റ് പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിറോസ് ഷാ ടോംബ് ഉണ്ട്, പിന്നെ മദ്രസ വെസ്റ്റ് വിങ്, മദ്രസ നോർത്ത് വിങ്, ആ ഒരു ഏരിയ ആണ്. തുഗ്ലക് ടോംസ്, അസംബ്ലി ഹാള്, മോസ്ക്, ഇതൊക്കെയാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നി മോസ്കിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് നടന്ന് നോക്കാം. ഓസ്കാസിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഭയങ്കര ഫോട്ടോ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ. കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നത്. അവിടെ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലൂടെ ഇറങ്ങിപ്പോയിട്ട് അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവാം. ഓക്കെ.
കേട്ടോ, നൈസാണ്. കുറേ ഉള്ളറകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോർട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇഷ്ടംപോലെ ഇമ്മറൽ ട്രാഫിക് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തേക്കൊന്നും ക്യാമറ എടുത്തിട്ട് പോകാനും കഴിയില്ല, പേടിയാകുന്നു. എന്താ ചെയ്യാം, നല്ല ഇറങ്ങി നടക്കട്ടെ. സംഭവം ഈ ഒരു കേവ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഗുഹകളും ഓരോരോ ഉള്ളറകളെല്ലാം ആയിട്ട് ഭയങ്കര രസം കേട്ടോ. ഓരോ സ്ഥലത്തും ഇങ്ങനെ പകുതിയിലപ്പോൾ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷെ എന്നാലും ഓരോരോ ഏരിയയിൽ ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് കുറേ നല്ലൊരു ഏരിയ, വൈഡ് ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, നേരെ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്നുണ്ട്. ശരിക്കും നൈറ്റ് ലൈഫിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേറെ ഇപ്പം തിരിച്ചു പോവുകയാണ്. ആ പോകുന്നിട്ട് ഡിയർ പാർക്കും കൂടി കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പം ഇന്ന് എനിക്ക് കുത്തബ് മിനാർ എത്തുമെന്ന് അറിയില്ല, നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം. ഇന്ന് വേഗം ഇവിടെ വന്നിട്ട് പോകാൻ വിചാരിച്ചാൽ പിന്നെ ഇവരുടെ കൂടെ ആകുമ്പോൾ കുറേ ടൈമിൻ്റെ അടുത്ത് നല്ല നല്ല പോകുന്നത്. ഞാൻ പബ്ബിൻ്റെ ഏരിയ കേട്ടോ, പബ്ബ് ബാറ് അങ്ങനെയുള്ള സെക്ഷനാണ്. ടാറ്റൂ ഷോപ്പ് എല്ലാം ജസ്റ്റ് മറ്റേ ഈ ഫോറിൻ ടച്ച് കാണിക്കുന്ന ഒരു ഫീലാണ് എല്ലാം കാണിക്കും. നമ്മൾ കൊച്ചിയിലെങ്കിൽ ഓരോ സ്ഥലങ്ങളുണ്ട്, ബാംഗ്ലൂർ എല്ലാം പോലുള്ളത്. പച്ചാളം പോലെ മാങ്ങി കുടിക്കാൻ കേട്ടോ, മിക്കവാറും ട്രൗസർ വഴി കൈമുത്തരും, അങ്ങനത്തെ ഒരു ഏരിയ. അപ്പം ഡൽഹിയിലുള്ള ഹൗസ് ഖാസ് വില്ലേജാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് ഇതൊക്കെ. ഇനി എന്തായാലും ഇവിടെ എത്തിപ്പെടില്ല, ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഒരു ഗ്രീനറിയും കാര്യങ്ങളുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സംഭവം എൻ്റെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഡിയർ പാർക്കും കൂടിയുണ്ട്, അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം. ഒരു ലോക യാഥാർത്ഥ art gallery inside. Okay. Can I get this type of footage from here? There is issues. I don't know, but okay. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയ സമയത്ത് കണ്ടതാണ് ഇഷ്ടംപോലെ പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കയറുന്ന സമയത്ത് അവിടെ ഷൂട്ട് ചെയ്യാണ്ട് പാടില്ല കണ്ടത്. പിന്നെ ഇവിടെ പെർമിഷൻ എടുത്തതിന് ശേഷം എടുക്കുന്ന ഫുട്ടേജാണ് ഇത് കേട്ടോ. ആക്ച്വലി ഹൗ മച്ച് ഫോർ ദിസ് പെയിൻറ്റിങ്? you can ask these people. These are the. Okay, sir. ജസ്റ്റ് ഒന്നിൻ്റെ പെയിൻറ്റിങ് റേറ്റ് നമുക്ക് വെച്ചു. പെയിൻറ്റിങ് കണ്ടിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ആയി. ഒരു നോറിൻ ഫാത്തിമ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് വരച്ച പെയിൻറ്റിംഗ് ആണ്. റേറ്റ് ചോദിച്ചത് എന്നോട് പറഞ്ഞത് ചെറിയ പൈസയേ ഉള്ളൂ, 50,000 രൂപ. അപ്പോൾ പിന്നെ ഞാൻ എയർ വിട്ടിട്ടില്ല, ഇടുന്ന് വിടാണ്ട് തന്നെ ഇടുന്ന് ഇറങ്ങി പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അതിൻ്റെ വില നിശ്ചയിക്കേണ്ടത് നമ്മളല്ലല്ലോ, അതിൻ്റെ ആർട്ടിസ്റ്റ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് ഗോ. അടിപൊളിയായിട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട്. എൻ്റെ മോനെ ഇനിയൊന്ന് ശ്വാസം പുറട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഓരോന്ന് കണ്ട് അവർ കഴിച്ച് ഞാൻ എന്തായാലും വാങ്ങാൻ വേണ്ടി വന്നത്. 50,000 രൂപ പറഞ്ഞ റേറ്റ് ആ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. എനിക്ക് വന്ന് അതിൻ്റെ വാല്യൂ ചിലപ്പോൾ അതിലും കൂടുതൽ ഉണ്ടാവുമായിരിക്കാം, ബട്ട് ഞാനിങ്ങനെ അറിയും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നതാണ് ഹൗസ് ഖാസിലുള്ള ഡിയർ പാർക്ക് കേട്ടോ. ഡിയർ പാർക്കിലേക്ക് കേട്ടോ നമുക്ക് പോയിട്ട് അതെല്ലാം ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ജൽദി ആക്കിയിട്ട് പോകണേന്. നമ്മൾ ഈ ഫുട്പാത്ത് നേരെ സൈഡിലായിട്ട് ഇതൊരു 4 മണി 5 മണി ആ ടൈമാണ് ഇവിടുത്തെ ഓപ്പൺ ചെയ്യാം. അയ്യോ വിളിക്കാം. Hi friends,
അങ്ങനെ നമ്മളിതാ ഇതെല്ലാം കണ്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാണ്ട. ഇവര് ആദ്യം ടെമ്പിളിൽ കയറി ടെമ്പിളിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ദർശനം കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ നേരെ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് ഇന്ന് കുത്തബ്മിനാറൊന്നും കവർ ചെയ്യാണ്ട് പറ്റില്ല, ഓൾറെഡി ലേറ്റായി. ഇന്ന് പിന്നെ ഒന്നാമത് നല്ല ടയേർഡാണ്. ഇന്നലെ കഴിച്ച ഫുഡൊന്നും ശരിയായില്ല. നമുക്ക് ഇവിടെ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അന്നേരം രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഓരോരോ കാരണങ്ങളും. സോ ലെറ്റ്സ് ഗോ.